പെട്ടെന്നൊരു ദിവസം സൂര്യൻ അങ്ങ് ഇല്ലാണ്ടായെന്ന് വെച്ചോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഭൂമിയുടെ കറക്കം നിൽക്കുമോ? ഏയ്, കറക്കം അങ്ങനെ നിൽക്കുകയൊന്നുമില്ല. ഭൂമി വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു 8 മിനിറ്റ് 20 സെക്കൻഡ് വരെ ഭൂമി അറിയുക പോലുമില്ല സൂര്യൻ ഇല്ലാണ്ടായത്. അത് കഴിഞ്ഞാൽ ബും, ഭൂമി ഓർബിറ്റിൽ നിന്നൊരൊറ്റ പോക്കാണ്. ബും. പ്രകാശത്തിന്റെ വേഗത തന്നെയാണ് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് പ്രൊപ്പഗേറ്റ് ആകുന്നതും. നമുക്കറിയാം പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്താനായിട്ട് 8 മിനിറ്റും 20 സെക്കൻഡും വേണമെന്ന്. അപ്പോൾ സൂര്യൻ ഒറ്റയടിക്ക് അപ്രതീക്ഷിതമായാൽ അവിടെ നിന്നുള്ള ആ ഗ്രാവിറ്റി വേവ് ഉണ്ടല്ലോ, അതിവിടെ അറിയാനായിട്ട് 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കും. ഇനി ഗ്രാവിറ്റി പ്രകാശത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമാണ് സൂര്യൻ അപ്രതീക്ഷിതമാവുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ഭൂമി ഓർബിറ്റിൽ നിന്ന് തെന്നി മാറി തെറിച്ചു പോകുള്ളൂ. പക്ഷെ നമുക്കറിയാം പ്രകാശത്തിനേക്കാളും വേഗത്തിൽ വേറെ ഒന്നിനും സഞ്ചരിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഈ 8 മിനിറ്റ് 20 സെക്കൻഡ് എന്നുള്ള കണക്കുള്ളത്. നിങ്ങൾക്കറിയാമോ മെർക്കുറി അല്ലെങ്കിൽ മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, നമ്മുടെ പ്ലൂട്ടോ എത്ര സമയമെടുക്കും സൂര്യൻ അപ്രതീക്ഷിതമായാൽ അവന്മാർ തെറിച്ച് ഓർബിറ്റിൽ നിന്ന് പോകാനായിട്ട്? അവരെത്ര നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സൂര്യൻ അപ്രതീക്ഷിതമായിട്ട് അങ്ങ് പോയി, എന്നാലും ഭൂമിക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നൂടെ? ഭൂമി എന്തിനാ തെറിച്ചങ്ങോട്ട് പോണത്? ഈ സൂര്യൻ ഇവിടെ ഉണ്ട്, ഭൂമി ഇങ്ങനെ കറങ്ങണു. ഓക്കെ, അപ്പോൾ സൂര്യൻ പോയി, ഇപ്പോൾ ഭൂമി എന്തിനാ ഇങ്ങനെ പോണേ? ഈ ഭൂമി കറങ്ങാനായിട്ട് സൂര്യൻ എന്താ റോളുള്ളത്? ഭൂമിക്ക് അങ്ങ് കറങ്ങിയാൽ പോരെ? ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഗ്രാവിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ച് ഗ്രാവിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ശൂന്യതയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു 4D തുണിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനെയാണ് സ്പേസ് ടൈം എന്ന് സയൻറ്റിസ്റ്റുമാർ പറയുന്നത്. ഇപ്പോൾ 4D തുണി നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു തുണി ഇങ്ങനെ വലിച്ചു നീട്ടി വെച്ചേക്കുവാന്ന് വിചാരിച്ചോ. ഇതിനെയാണ് സ്പേസ് ടൈം ഫാബ്രിക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നടുക്ക് ഒരു ഭാരമുള്ള ബോൾ ഇങ്ങനെ വെച്ചു. ഈ ബോളിൻ്റെ ഭാരം കാരണം അവിടെ ഒരു കുഴി ഉണ്ടായത് കണ്ടോ? ഇനി നമ്മൾ കുറച്ചും കൂടി ഭാരം കുറഞ്ഞ ഒരു ബോൾ അതിൻ്റെ സൈഡിൽ വെച്ച് നമ്മളിങ്ങനെ നേരെ ഉന്തി വിട്ട് കഴിഞ്ഞാൽ അത് നേരെയല്ല ശരിക്കും പോകേണ്ടത്. പക്ഷേ ഈ ആദ്യം ഭാരമുള്ള ബോൾ വെച്ച കാരണം അവിടെ ഒരു കുഴി ഉണ്ടായി. ആ കുഴി ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഭാരം കുറഞ്ഞ ബോൾ അതിൻ്റെ സൈഡിൽ വെച്ച് നേരെ ഉന്തി വിട്ടാൽ പോലും അത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് പോലെ കറങ്ങും. ഇവിടെ ഈ നടുക്കിരിക്കുന്ന ഭാരം കൂടിയ ബോളാണ് നമ്മുടെ സൺ. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ആദ്യം നമ്മളൊരു ബോൾ വെച്ചു, അതിന് ഭാരം കൂടുതലാണ്, അപ്പോൾ ഒരു വലിയൊരു കുഴി ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ചെറിയ ബോൾ വെച്ചു, അത് വെക്കുമ്പോഴും ചെറിയൊരു കുഴി ഉണ്ടാവും. പക്ഷേ ഈ രണ്ട് കുഴികളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം വെച്ച ബോൾ ഭയങ്കര വലുതായതുകൊണ്ട് അത് അത് ചുറ്റും വലിയൊരു കുഴി ഉണ്ടാക്കും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ ഭൂമിനെ കൊണ്ട് വെക്കണത്, എന്നിട്ട് ഉന്തി വിടണത്. അപ്പോൾ ഭൂമി ഈ കുഴി കാരണം ഇതിങ്ങനെ കറങ്ങും. ഇനി ഭൂമിനെ കൊണ്ട് വയ്ക്കുമ്പോൾ, അതായത് ഈ ചെറിയ ബോൾ വയ്ക്കുമ്പോൾ അവിടെ ഒരു കുഴി ഉണ്ടാവില്ലേ? ആ കുഴി കാരണമാണ് സത്യത്തിൽ നമ്മുടെ മൂൺ ഭൂമിയുടെ ചുറ്റും കറങ്ങണത്. മനസ്സിലായോ? ഈ കുഴി ഉണ്ടല്ലോ, ഈ കുഴിയാണ് ശരിക്കും ഗ്രാവിറ്റി. നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഭാരമുള്ള ബോൾ ഇവിടെ വെച്ചു, ഭാരം കുറഞ്ഞ ബോൾ വെച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കറക്കം കറങ്ങുമായിരിക്കും. അത് കഴിയുമ്പോഴേക്കും ഈ ബോൾ ഇവിടെ വന്ന് ഇടിക്കും. അപ്പോഴേക്കും അതവിടെ കൊളൈഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്താണ് ഈ ഭൂമി ഇങ്ങനെ കറങ്ങി സൂര്യനെ പോയി ഇടിച്ച് നിൽക്കണ്ടേ, എന്താ നിൽക്കാത്തതെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഭൂമിയിൽ ഫ്രിക്ഷൻ ഉണ്ട്. നമ്മളിവിടെ ബോൾ കറക്കി വിടുമ്പോഴേക്കും ഫ്രിക്ഷൻ കാരണം ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇടിക്കും. പക്ഷേ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്പേസിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ സ്പീഡ് കുറയണില്ല. അതുപോലെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്, അവിടെ സ്പീഡ് കുറയണില്ല. അതുകൊണ്ടാണ് അത് ഈ ഭൂമി സൂര്യൻ്റെ അങ്ങോട്ട് ചെന്ന് കയറാത്തത്, ഇടിച്ച് നിൽക്കാത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ വന്ന് ഇടിച്ച് നിൽക്കാത്തത്. നമ്മൾ വിചാരിക്കുന്നത് ഭൂമി ഇങ്ങനെ സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങുമെന്നല്ലേ. ശരിക്കും ഭൂമിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങണം എന്നൊന്നും. പുള്ളിക്ക് ഇങ്ങനെ നേരെ പോകാനാണ് താല്പര്യം. അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ കറങ്ങാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാരം കൂടിയ സൂര്യൻ നടുക്കിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു കുഴി ഉണ്ടായി. അതാണ് ഗ്രാവിറ്റി. ആ ഗ്രാവിറ്റി കാരണമാണ് ഈ പറയുന്ന നമ്മുടെ എർത്ത് നേരെയാണ് ശരിക്കും പറഞ്ഞാൽ എർത്ത് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷേ ഗ്രാവിറ്റി അവിടെ ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ നേരെ ഈ എർത്തിനെ ഉന്തി വിട്ട് കഴിഞ്ഞാൽ അവനിങ്ങനെ കറങ്ങി വരും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി പെട്ടെന്ന് നമ്മൾ സണ്ണിനെ എടുത്ത് മാറ്റിയെന്ന് വെച്ചോ, അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു കയറെടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരു കല്ലിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കറക്കുവാണ്, ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ കൈ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ കല്ലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൈ വിട്ട് കഴിഞ്ഞാൽ കല്ല് ഇങ്ങനെ പോകും, അല്ലെ, ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോകും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്
സൂര്യൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ. അതായത് സൂര്യനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ കുഴി ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, ഇത് ഭൂമി ഇങ്ങനെ കറങ്ങണത് ഭയങ്കര സ്പീഡിലാണ്. അതായത് 29.8 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഭൂമി ഇങ്ങനെ കറങ്ങണത്. അത്രയും സ്പീഡിലാണ് കറങ്ങണത്. അപ്പോൾ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഈ ബെൻഡ് ഇല്ലാണ്ടായി കഴിയുമ്പോഴേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരൊറ്റ പോക്ക് ഫ്രണ്ടിലോട്ട് എങ്ങോട്ടാണോ പോണേ ആ വഴി അങ്ങ് നേരെ പോകും. അങ്ങനെ സ്പേസിലോട്ട് തന്നെ ഒരു അന്തോ കുന്തോ ഇല്ലാണ്ട് നേരെ പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി സൂര്യൻ ഇല്ലാണ്ടായ കാര്യം ഭൂമിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കുഴി ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണല്ലോ. ഈ കുഴി ഇങ്ങനെ നേരെയായിട്ട് വരണം. ആ നേരെയായിട്ട് വരാനെടുക്കുന്ന സമയമാണ് 8 മിനിറ്റും 20 സെക്കൻഡും. നമുക്ക് ഈ 8 മിനിറ്റും 20 സെക്കൻഡും എന്നുള്ള വാല്യൂ എവിടുന്നാ കിട്ടിയത്? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ലൈറ്റ് വരാനെടുക്കുന്ന സമയമാണ് 8 മിനിറ്റും 20 സെക്കൻഡും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആദ്യം സോളാർ സിസ്റ്റത്തിൽ നിന്ന് തെറിച്ചു പോണ പ്ലാനറ്റ് ഏതായിരിക്കും? മെർക്കുറി ആയിരിക്കോ? നമ്മുടെ ഭൂമി ആയിരിക്കോ? അതോ എക്സ് പ്ലാനറ്റ് ആയ പ്ലൂട്ടോ ആയിരിക്കോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉത്തരം അറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക്.